സമഗ്ര ശിക്ഷ കേരളം URC മട്ടാഞ്ചേരിയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റാർസ് ബഡിംഗ് റൈറ്റേഴ്സ് എന്ന പേരിൽ ഏകദിന അധ്യാപക ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാലയുടെ ഉദ്ഘാടനം കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ CR സുധീർ നിർവഹിച്ചു. പള്ളൂരുത്തി സന്മാർഗോദയ ലൈബ്രറി സെക്രട്ടറി KP ഷെൽവന്റെ അധ്യക്ഷതയിലാണ് URC മട്ടാഞ്ചേരിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന അധ്യാപക ശില്പശാല സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളിൽ വായനാശീലവും എഴുത്തും പരിപോഷിപ്പിക്കുകയും അവരിൽ രാജ്യത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അധ്യാപകർക്കായി ശില്പശാല ഒരുക്കിയത്. ശില്പശാലയുടെ ഉദ്ഘാടനം കൊച്ചി കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ CR സുധീർ നിർവഹിച്ചു. വളരെ യുക്തിഭദ്രതയോടുകൂടി നമ്മുടെ നിലപാട് ഉറപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനാസ്പദമായ രീതിയിലേക്ക് നമ്മുടെ അധ്യാപകരും നമ്മുടെ കുട്ടികളും നമ്മുടെ രക്ഷാകർത്താക്കളും നമ്മുടെ സമൂഹമാകെ മാറ്റിത്തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊതു ഇടപെടൽ എന്ന രീതിയിലാണ് ഈ പരിപാടിയെ ഞാൻ കാണുന്നത്. ചടങ്ങിൽ കൊച്ചി താലൂക്ക് യൂണിയൻ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് NKM ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തി. കേരളം വായിച്ചു വളർന്നുണ്ടായതാണ്. ഇവിടെ ഉണ്ടായിരുന്ന ജാതിചിന്തയുടെയും ഐക്യോത്സാഹത്തിൻ്റെയും കാര്യങ്ങൾ അതിനെതിരെ ശബ്ദിച്ച മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ നവോത്ഥാന നായകന്മാർ അതിന് ആയുധമാക്കിയത് പുസ്തകങ്ങളെയാണ്, പത്രമാധ്യമങ്ങൾ. അതിലൂടെയാണ് തീർച്ചയായും ഈ നമ്മുടെ കേരളത്തിൽ ഇത്രയും വലിയൊരു മാറ്റം മാനവികത ഉയർത്തിപ്പിടിക്കാനുള്ള ആ കാഴ്ച എല്ലാം ഉണ്ടായത് എന്ന് നോക്കാം. URC മട്ടാഞ്ചേരി ട്രെയിനർ അന്ന ദീപ, മട്ടാഞ്ചേരി ഉപജില്ലാ വിദ്യാരംഗം കൺവീനർ നീഷ MN, ക്ലസ്റ്റർ കോർഡിനേറ്റർ പ്രിൻസ് CP എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബഡിംഗ് റൈറ്റേഴ്സ് എന്ന പേരിലുള്ള ഈ പദ്ധതി നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ട് എല്ലാ UP സ്കൂളുകളിലേക്കും 6000 രൂപയും എല്ലാ ഹൈസ്കൂളുകളിലേക്കും 10000 രൂപയും കൊടുത്ത് ബുക്ക് മാർക്ക് സൊസൈറ്റിയിൽ നിന്ന് പുസ്തകങ്ങൾ അവരുടെ ലൈബ്രറികളിലേക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ പ്രവർത്തനത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ UP തലത്തിലുള്ളതും ഹൈസ്കൂൾ തലത്തിലുള്ളതുമായ കുട്ടികളെ ഏറ്റവും മികച്ച വായനക്കാരാക്കുകയും ഏറ്റവും മികച്ച എഴുത്തുകാരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വിപുലമായ കളക്ഷനുകളോടെ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജയ്ക്കോ ജ്വൽ ഫെബ്രുവരി 8-ാം തീയതി മുതൽ ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിൽ പ്രശസ്ത സിനിമാ താരം അഞ്ജലി നായർ ഉദ്ഘാടനം ചെയ്തു.